മുമ്പേ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആര്യനെ ശർമ്മ ഡോക്ടർ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ശർമ്മ ഡോക്ടർ വന്നിട്ട് ബാലചന്ദ്രനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആംബുലൻസും വരുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് ബാലചന്ദ്രനെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഈ ആംബുലൻസിൻ്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് ആ മുത്തശ്ശിയാണെങ്കിൽ റൂമിൽ കിടന്നിട്ട് ബാലചന്ദ്രനൊന്നും വരത്തില്ല ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതാണെങ്കിൽ വൈജന്തി ടെൻഷൻ അടിച്ച് കാർ ഓടിച്ച് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന വൈജന്തി ആണെങ്കിൽ അവിടെ വെച്ചിട്ട് അലീനയെ കണ്ടിട്ട് മനുവിനോട് ചോദിക്കുന്നുണ്ട്, ഇവളെന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അപ്പം മനു തിരിച്ച് ചോദിക്കുന്നുണ്ട്, അവൾ ആൻറ്റിയുടെ തലയിലല്ലല്ലോ നിൽക്കുന്നത്, ആൻറ്റിക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് മനു ആണെങ്കിൽ അലീനയെ കൂട്ടിയിട്ട് പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലചന്ദ്രന് ഓർമ്മ വരികയാണ്. അങ്ങനെ ഓർമ്മ വരുന്ന സമയത്ത് കൃഷ്ണമോളാണെങ്കിൽ ബാലചന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്ന സമയത്താണെങ്കിൽ അവൾ വൈജന്തിയെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അതിൽ വൈജന്തിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ബാലചന്ദ്രൻ ദേഷ്യത്തിൽ ECGയുടെ ബാൻഡിലൊക്കെ വലിച്ചു കളയാണ്. എന്നിട്ട് തനിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കണം കേട്ടോ. അപ്പോൾ കൃഷ്ണമോളും നേഴ്സും ഒക്കെ കൂടിയിട്ട് ബാലചന്ദ്രനെ സമാധാനപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ